തിരുവനന്തപുരം ജില്ലയിലെ ഓരോ ഡാമിനും ഓരോ പ്രത്യേകതയുണ്ട്. ചിലത് നഗരത്തിന് കുടിവെള്ളം നൽകുന്നു, ചിലത് കൃഷിക്ക് സഹായിക്കുന്നു, ചിലത് മനോഹരമായ പ്രകൃതി കാഴ്ചകളാൽ ശ്രദ്ധ നേടുന്നു. ഈ സീരീസിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ഡാമുകളെ അടുത്തറിയാം. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ആദ്യ ഡെസ്റ്റിനേഷൻ പേപ്പാറ ഡാം. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരമനയാറിന് കുറുകെ നിർമ്മിച്ച പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള ഡാമാണ് പേപ്പാറ ഡാം. ഇവിടെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയും പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ നെയ്യാർ ഡാം. നെയ്യാർ നദിക്ക് കുറുകെയാണ് നെയ്യാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും സഹായിക്കുന്ന ഈ ഡാം ബോട്ടിംഗ്, തടാകത്തിനിടയിലെ ദ്വീപ്, ലയൺ സഫാരി പാർക്ക്, മുതല സംരക്ഷണ കേന്ദ്രം, നെയ്യാർ വന്യജീവി സങ്കേതം എന്നിവ കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ അരുവിക്കര ഡാം. കുടിവെള്ള വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഡാമാണ് അരുവിക്കര ഡാം. മനോഹരമായ ജലാശയ കാഴ്ചകൾക്കൊപ്പം അരുവിക്കര ക്ഷേത്രവും സമീപത്തെ പാറക്കെട്ടുകൾക്കിടയിലെ നടപ്പാതയും ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. പ്രകൃതിയും ചരിത്രത്തിന്റെ സ്പർശവും ഒരുമിക്കുന്ന ഒരിടമാണിത്. ഈ ഡാമിന്റെ എല്ലാം ഫുൾ വീഡിയോ ഡാം സീരീസ് പ്ലേലിസ്റ്റായി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.